ഹെഡ്ഗേവാറിനെ കോൺഗ്രസ് അധിക്ഷേപിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രധാന റോഡിന് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പേരിട്ടത് കോൺഗ്രസ് കൗൺസിലർമാരുടെ പിന്തുണയോടെ. ബിജെപി മുൻ സംസ്ഥാന വക്താവ് MS കുമാറാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 1992-93 കാലത്തെ കോർപ്പറേഷൻ കൗൺസിലിലാണ് റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കിയത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് കൗൺസിലർമാരും പ്രമേയത്തെ പിന്തുണച്ചിരുന്നുവെന്ന് അന്ന് പ്രമേയം അവതരിപ്പിച്ച കൗൺസിലർ MS കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. അല്ല, ഞാൻ അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള മുന്നിലുള്ള റോഡ്, ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡ്, നമ്മുടെ വിഭാഗ് കാര്യാലയമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ റോഡ് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് 1989 ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. പക്ഷേ അന്നത്തെ LDFൻ്റെ മേയർ അത് അംഗീകരിച്ചില്ല. പിന്നെ അവർ ഇതായിരുന്നല്ലോ, ഇത്തരം കാര്യങ്ങളോട് വലിയ എതിർപ്പ് കാണിക്കുന്ന ഒരു ഭൂരിപക്ഷം കൗൺസിലർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭൂരിപക്ഷം അതിനകത്തുള്ള ചില ഉൾപ്പോരുകൾ കാരണം നഷ്ടപ്പെടുകയും അതിലൊരു 5-6 പേര് മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് മറുഭാഗത്തേക്ക് വരികയും ചെയ്തപ്പോഴാണ് ഈ പ്രമേയം അംഗീകരിച്ച് പാസ്സാക്കിയത്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിൽ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. എങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തലസ്ഥാന നഗരിയിൽ ഹെഡ്ഗേവാറിന്റെ പേര് ആലേഖനം ചെയ്ത ഒരു റോഡ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഹെഡ്ഗേവാർ റോഡ് ഉണ്ടെന്ന് BJP മുൻ സംസ്ഥാന വക്താവ് MS കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പ്രമേയത്തിൽ പിന്തുണച്ചത് അന്ന് കോൺഗ്രസും ലീഗുമാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടെയാണ് 1992-93 കാലത്ത് റോഡിന് പേര് നൽകിയതെന്നാണ് MS കുമാർ പറയുന്നത്. ഇതൊന്നും അങ്ങനെ മാറ്റേണ്ടതും ഇതിനെ എതിർക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം CH കണാരൻ റോഡ് തിരുവനന്തപുരത്തുണ്ട്, അഴീക്കോടൻ രാഘവൻ റോഡുണ്ട്, നയനാർ പാർക്കുണ്ട്, EMS ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു കോളനി EMS. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട എല്ലാവരും നേതാക്കന്മാരുടെ പേരിൽ വരുന്നതിന് ഇപ്പം എന്താ തെറ്റ്? അതൊക്കെ ചുമ്മാ അനാവശ്യമായി വിവാദം ഉണ്ടാക്കുകയാണ് അവർ. LDFന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു പ്രമേയം പാസാക്കിയത്. നടന്നത് പച്ചയായ സത്യമെന്ന CPIM നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പേരിന്റെ പേരിൽ പോര് കോൺഗ്രസ് നടത്തുന്നത്. ജനം, തിരുവനന്തപുരം.